എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മൾ കണ്ടു. എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ശ്രുതി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് വരുവാണ്. കാരണം 10 ലക്ഷം രൂപയ്ക്കാണ് ബ്യൂട്ടി പാർലർ മറിച്ചു വിറ്റിരിക്കുന്നത്. പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നും തികയത്തില്ല. ഇനിയും വേണം 5 ലക്ഷം രൂപ ആധാരം പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് എടുക്കണമെങ്കിൽ. ആ 5 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്യും? 5 ലക്ഷം രൂപ ഇല്ലാതെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ആന്റി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 5 ലക്ഷം രൂപ കൂടെ അച്ഛനോട് പറഞ്ഞു വാങ്ങിക്കാനാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നോർത്ത് വിഷമിച്ച് നിൽക്കുവാണ്. ഈ സമയം വീര പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? പൈസ ഇല്ലാന്ന് തന്നെ നിന്റെ അമ്മായിയമ്മയോട് പറ എന്ന് പറയാണ്. ഞാൻ എങ്ങനെയാ പറയണേ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ ആന്റി പറഞ്ഞ എന്തെന്നറിയോ? ദേ അച്ഛനെ വിളിച്ച് പൈസ ചോദിക്കാനാ. ഇനി വിളിച്ചു കഴിയുമ്പോ അറിയാലോ. അങ്ങനെ അച്ഛനുണ്ടോ? എനിക്ക് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുള്ളൂ. ഇപ്പൊ ആരോ ഒരു മാമനാന്ന് പറഞ്ഞ് ആരോ വിളിക്കുന്നുണ്ട്. അത് ആരാന്ന് പോലും അറിയത്തില്ല. അതിന്റെ ടെൻഷനില്ല ഞാൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല എന്ന് പറയാം. ഒരു കാര്യം ചെയ്യേ, ഇപ്പൊ നീ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. എങ്ങനെയല്ലോ പണം ഉണ്ടാക്കണം, മാർഗം കണ്ടെത്താൻ പറയാണ്. അതെ, സ്വർണ്ണം എല്ലാം കൂടെ വിൽക്കുവാണെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടും. എന്നാലും 2 ലക്ഷം കൂടെ വേണം. ഈ 2 ലക്ഷം രൂപയ്ക്ക് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാം. ഇത് കേട്ടതും പെട്ടെന്ന് മീര പറഞ്ഞൊരു കാര്യം ചെയ്യേ, സുധിക്ക് ജോലിയുള്ളല്ലേ, അവിടെ നിന്നൊരു പേഴ്സണൽ ലോൺ എടുക്കാൻ പറയണം. അതെ, സുധി കേട്ടിട്ട് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ. പെട്ടെന്നൊക്കെ അങ്ങനെ ലോണൊക്കെ കിട്ടുമോ? അല്ലെങ്കിലും സുധീനെ കൊണ്ടതൊന്നും സാധിക്കില്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ സുധി എന്നാ ഇള്ള കുഞ്ഞു ഞാണോന്ന് ചോദിക്കും. ഇപ്പൊ നിനക്ക് നിന്റെ കുഞ്ഞിനേക്കാളും ഭയങ്കര കാര്യമാണല്ലോ സുധീനെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവനും കൂടെ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വേണം. അല്ല നീ തന്നെ കിടന്നിങ്ങനെ എന്നും കുന്നും ഇങ്ങനെ ഉന്തിയിട്ട് കാര്യമില്ല. പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്യൂട്ടി പാർലർ സ്റ്റാഫ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ അകത്തെ വർക്ക് കഴിഞ്ഞ് മാടന്ന് വേണം. ശരി, പണം വാങ്ങിച്ചു വെച്ചോളാൻ പറയാണ്. പിന്നീട് അവർ വന്നിട്ട് പറഞ്ഞു, അല്ല മാഡം എന്താ സംസാരിച്ച പൈസേനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട മേരി വെച്ചു, നിന്റെ ഈ പൈസ ഉണ്ടോ 2 ലക്ഷം രൂപ എടുക്കാൻ? എൻ്റെ കയ്യിലില്ല. എന്നാ പിന്നെ സംസാരിക്കുന്നത് പോകാൻ പറയാണ്. പക്ഷേങ്കില് എനിക്കറിയാവുന്ന ഒരാളുണ്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതെന്ന് പറയും. മീര പറഞ്ഞു, ഇപ്പൊ ഒരിടത്തുനിന്ന് പലിശയ്ക്ക് പൈസ എടുത്തിട്ടാ ഇപ്പൊ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിന് വീട്ടാനായിട്ട് വേറെ ഒരിടത്തുനിന്ന് പലിശയ്ക്ക് മേടിക്കാനാ. പെട്ടെന്ന് ശ്രുതി, ഞാൻ ഞങ്ങളുടെ കയ്യില് ആധാരമോ അല്ലെങ്കിൽ പണയം വെക്കാട്ട് സ്വർണ്ണോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസയൊന്നും ആരും പലിശയ്ക്ക് തരത്തില്ലെന്ന് പറയണം. ഇത് കേട്ടതും ആ സ്റ്റാഫ് പറഞ്ഞു, അതെ കിട്ടും മാഡം, ഞാനല്ലേ പറയണേ. അവിടെ നമ്മൾ ആധാരം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ഡോക്യുമെന്റ്സും കൊടുക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ അവര് നമുക്ക് പൈസ തരുമെന്ന് പറയാം. അല്ല നമ്മൾ ചോദിക്കുന്നത്ര പൈസ തരുമോ? തരുമെന്ന് പറയണം. പക്ഷെ പലിശ കൃത്യമായിട്ട് അടച്ചാൽ മതി എന്ന് പറയണം. എന്നാ ശരി നമുക്ക് പോയാലോ മീരെന്ന് ചോദിക്കണം. മീര പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, നമ്മൾ എടുത്തിയാടി ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ. അതൊന്നും സംഭവിക്കില്ല. ഇപ്പോഴത്തെ ആവശ്യം തന്നെ നടക്കണം, അത് മാത്രമാണ് എനിക്ക് പ്രാധാന്യം. അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറയാം. പിന്നീട് അവര് 3 പേരും കൂടെ ആ പലിശക്കാരനെ കാണാനായിട്ടും കൂടെ പോവാണ്. ഈ സമയത്ത് ശരത്തിന്റെ കൂട്ടുകാരനും കൂടി ഇരിക്കുമായിരുന്നു ഒരു ഓഫീസിൽ. അപ്പൊ ശരത്ത് ചോദിച്ചു, എങ്ങനെയുണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ, എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു. ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ പൈസ വെച്ചോണ്ടിരിക്കത്തില്ലേ, എല്ലാവരും അക്കൗണ്ടിലല്ലേ സൂക്ഷിക്കുന്നേ. ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ വന്നോണ്ട് കൈ പൈസ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. പിന്നെ അത് മാത്രമല്ല, എത്രയൊക്കെയാന്ന് പറഞ്ഞ് മനുഷ്യന്റെ കയ്യില് പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ പലിശയ്ക്ക് മേടിക്കാനായിട്ട് ഓടി വന്നോളൂ എന്ന് പറയാം. അത് എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കുഴപ്പമില്ല, പിടിച്ചു നിന്ന് പോകുന്നു, വലിയ തെറ്റില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നു പറയാം. പൈസയോടുള്ള മനുഷ്യന്റെ ആക്രാന്തത്തിന് ഒരു ദിവസം പോലും ഒരു കുറവ് വരത്തില്ലെന്ന് ശരത്തിനോട് പറയാം. ശരത്ത് പറഞ്ഞ്, കൊള്ളാം എന്താണല്ലോ ഇങ്ങനെ ഒരു ഓഫീസ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഏട്ടാ, ഇത് ഒരു ഡോക്യുമെന്റ്സ് വാങ്ങിക്കാതെ അല്ലേ ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നേ? പക്ഷെ അവര് പൈസ തരാതെ മുങ്ങിയിട്ടുണ്ടെ എന്ത് ചെയ്യും? എടാ അതിനു വേണ്ടിട്ടല്ല ഞാനിവിടെ ഇരിക്കുന്നത്. മുങ്ങുന്നവരെയൊക്കെ വിരട്ടി പൈസ മേടിക്കാനുള്ള തന്ത്രമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും ആരും ഒന്നും മുങ്ങിപ്പോവാറില്ല. ആദ്യമൊക്കെ ഇങ്ങനെ ആധാരമൊന്നും മേടിക്കാതെ നമ്മൾ പലിശയ്ക്ക് കടം കൊടുത്ത് ആൾക്കാരെ എങ്ങനെ പിടിക്കും? പിന്നീടല്ലേ നമ്മുടെ പരിപാടി നമ്മൾ നടത്താൻ പോകുന്നേ എന്ന് പറയണം. ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു, ചേട്ടൻ കൊള്ളാം, ചേട്ടന് ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു പറയണം. ആ സമയത്താണ് 2 കോഫിയൊക്കെ ആയിട്ട് അങ്ങോട്ട് ഒരാൾ വരുന്നത്. അപ്പൊ കോഫിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എടുത്ത് കുടിക്കട ശരത്തേന്ന് പറയണം. അപ്പൊ ശരത്തിന്റെ ഫ്രണ്ടാണത്. അങ്ങനെ ശരത്തെടുത്ത് കോഫി കുടിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിയും മീരയും ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്ന ശ്രുതിയുടെ സ്റ്റാഫും കൂടെ അങ്ങോട്ട് വരുന്നത്. ഇത് ഇവിടെയാണോ നീ പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? ഇവിടെ തന്നെയാന്ന് പറയാ. ഇതെന്താ കണ്ടിട്ട് അത്ര സെറ്റപ്പ് ആയിട്ടൊന്നും തോന്നില്ലേ? സെറ്റപ്പ് ഇച്ചിരി കുറവുണ്ടെന്ന് ചേച്ചി, വേറെ ഒരു കുഴപ്പമില്ലെന്ന് ശ്രുതിയുടെ സ്റ്റാഫ് പറയണം. ഇവിടെ നിൽക്കി, ഞാനൊന്ന് പോയി കണ്ടിട്ട് വട്ടേന്ന് പറയണ അകത്തേക്ക് അങ്ങോട്ട് കയറി വരുവാണ്. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ശരത്ത് അത് കണ്ടു, ശ്രുതിയെ കയറി വരുന്നത്. ദൈവമേ, പെട്ടത് തന്നെ
ഈ സമയം കൂട്ടുകാരൻ്റെ പറഞ്ഞു, അതെ ഞാനും കൂടെ മാറി നിൽക്കാം, എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറിക്കാം, എന്നെ ഇവിടെ കണ്ട ശരിയാത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ അങ്ങോട്ട് മാറിപ്പോവാണ്. ഈ സമയം ആ സ്റ്റാഫ്, ശ്രുതിയുടെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു, അതെ ഞാൻ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർക്ക് പൈസക്ക് ഇത്തിരി അത്യാവശ്യമാണെന്ന് പറയും. എത്ര ലക്ഷം രൂപ? ഒരു 2 ലക്ഷം രൂപയെല്ലാം കൊടുക്കേണ്ടി വരും എന്ന് പറയാം. ശരി ശരി, കൊടുക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ നിന്റെ റിസ്കിലായിരിക്കും, അറിയാലോ. കൃത്യസമയത്ത് പലിശ എനിക്കിവിടെ കിട്ടിയിരിക്കണം, പലിശ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, അതൊക്കെ എനിക്കറിയാം, ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയണ. പിന്നീട് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, വാ കയറി വരാൻ പറയണ. അങ്ങനെ ശ്രുതിയും മീരയും കൂടെ അകത്തേക്ക് കയറിച്ചില്ല. മീര അകത്തെല്ലാം ഒന്ന് നോക്കുവാണ്. ശ്രുതി അതുപോലെ തന്നെ അത്ര വലിയ സെറ്റപ്പ് ഉള്ള സ്ഥലമൊന്നുമല്ല, ഇതെന്തോ ഒരു ഗുണ്ടകളുടെ ഒരു കേന്ദ്രം പോലെ തോന്നും. എന്തായാലും കുഴപ്പമില്ല, ആവശ്യം നടക്കണമല്ലോ. പിന്നീട് ശ്രുതിയോട് ചോദിച്ചു, അല്ല എത്ര ലക്ഷം രൂപ വേണ്ടേന്ന് ചോദിക്കണേ. 2 ലക്ഷം രൂപ. ശരി, പൈസയൊക്കെ തരാം, പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പലിശയൊക്കെ കൃത്യമായിട്ട് തന്നെന്ന് പറയാം, അതൊക്കെ തന്നോളാം, അതിനൊരു മുടക്കം ഉണ്ടാകത്തില്ല, പലിശ എന്നില്ല ഞാനൊരു വരവ് വരും വീട്ടിലേക്ക് അങ്ങോട്ടെന്ന് പറയണം. ശരിയെന്ന് പറയണം. ഇപ്പൊ പൈസ എടുക്കാൻ നമ്മൾ അകത്തേക്ക് കയറി പോവാ. അങ്ങനെ പോയി 2 ലക്ഷം രൂപ കൊണ്ടുവന്ന് വെച്ചു. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, എണ്ണി നോക്കണമെങ്കിൽ എണ്ണി നോക്കിക്കോളാൻ പറയണേ. കുഴപ്പമില്ല, ഇത് 2 ലക്ഷം രൂപയുണ്ടെന്ന് എനിക്ക് അറിയാമെന്ന് പറയാം, പിന്നെ അടുത്ത മാസം കൃത്യമായിട്ട് തന്നിരിക്കണം, അറിയാലോ, ഒരു മുടക്കം വരാൻ പോകുന്നില്ലെന്ന് പറയാം. അങ്ങനെ സന്തോഷത്തോടെ അങ്ങ് തിരിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ വിളിച്ചിട്ട്, എങ്ങോട്ടായി ഓടുന്നേ, 1-2 പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്യാനുണ്ട്, സൈൻ ചെയ്തിട്ട് പോകാൻ പറയണം. അങ്ങനെ ശ്രുതി തിരികെ വന്ന് സൈൻ ചെയ്യണം. ശ്രുതിയോട് പറഞ്ഞു, എവിടെയാ ജോലി ചെയ്യുന്നത്, അതെല്ലാം കൃത്യമായിട്ട് എഴുതി സൈൻ ചെയ്തോളം പറയണം. പിന്നീട് മീരയോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. മീര മനസ്സോടെയാണ് സൈൻ ചെയ്യുന്നത്. ഇനിയിപ്പം താനും കൂടെ കൂട്ടു നിന്നിട്ട് നാളെ ഒരു ചീത്തപ്പേര് വരുമോ, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മീരയുടെ ഉള്ളില്. അങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം ശരത്ത് അകത്തുനിന്ന് ഇറങ്ങി വന്നു. എടാ നീ എന്താടാ അവരെ കാണുമ്പോൾ ഓടി വിളിച്ചേ? ഞാൻ പറഞ്ഞില്ല എണ്ണ, നേരത്തെ എന്നെ കർണത്തടിച്ചാൽ അവളാന്ന് പറയണം ആ ശ്രുതി. ഓഹോ, അതപ്പോ ഇവളാണ് അല്ലേന്ന് ചോദിക്കണം. അതെ. എടാ എന്നിട്ട് കണ്ടില്ലേ ഇപ്പൊ വന്ന എങ്ങോട്ടാന്ന് ചോദിക്കേ? നീ അന്ന് 1 ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മാതി പ്രകടനമൊക്കെ നടത്തിയത്. ആ 1 ലക്ഷം രൂപയുടെ ഇന്നിപ്പോ നമ്മൾ ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പണം വെറുതെ നമ്മൾ കളിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിൽക്കാം. മനസ്സിലായി എണ്ണാന്ന് പറയണം. ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് തരികിടപ്പണികളൊക്കെ വേണ്ടിവരും എന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതി വീട്ടിലേക്ക് വരിക. ശ്രുതി വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഓരോരുത്തരും മുറിയിൽ കൂടെ ആയിരുന്നു. പിന്നെ എല്ലാവരുടെയും മുറിയിൽ പോയി കഥയെ മുട്ടുവാണ്. അപ്പൊ എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. എന്താ നീ ഇവിടെ എന്തിനാ കിടന്ന് ഈ വീട് തല്ലി പൊളിക്കുന്നതിന് സച്ചി വന്നിട്ട് ചോദിക്കുക. ഈ സമയം ചന്ദ്രമതിയും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. ശ്രുതി എന്ത് ചെയ്യാണ്? ഒന്നും മിണ്ടിയില്ല. ശ്രുതി ബാഗിനകത്തുനിന്ന് ഉള്ള പണം എല്ലാം കൂടെ എടുത്ത് ടേബിളിലേക്ക് അങ്ങോട്ട് വെക്കുവാണ്. ഇത് കണ്ടിട്ട് ശ്രുതിയുടെ കണ്ണ് മഞ്ഞളിച്ച് പോയി. ഇത്രയും പണമോ, ഇതെവിടുന്നാന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പറഞ്ഞു, എനിക്കറിയാം, മോളുടെ അച്ഛനോട് പോയി പണം ചോദിക്കുവാണെന്ന് എനിക്കറിയാം, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണം. പിന്നീട് ശ്രുതി പറഞ്ഞു, സച്ചിയുടെ നേരെ നോക്കിയാ പറയുന്നത്, ആധാരം ബാഗിലിരിക്കുകയാണ്, എനിക്ക് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ വേണ്ടി പണം തന്നു പറഞ്ഞ് ഇവിടെ എന്തൊക്കെയായിരുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആധാരം തിരികെ എടുക്കാനുള്ള പണവും അതോടൊപ്പം തന്നെ അതിന്റെ പലിശ എവിടെയുണ്ട്, ഈ കൂടെയുണ്ട്. ആധാരം എത്രയും വേണം തിരികെ എടുത്തോണ്ട് വരണം. അത് മാത്രമല്ല ഇനിയിപ്പൊ എന്റെ മേക്കിട്ടോ എന്റെ ഭർത്താവിന്റെ മേക്കിട്ട് കാരണം സച്ചി വന്നേക്കല്ലേ, പറഞ്ഞു കേട്ടല്ലോ. എന്ത് പറഞ്ഞൊരു കളിയാക്കുണ്ടല്ലോ, ആ കളിയാക്കിനി വേണ്ടെന്നാ പറഞ്ഞേ. ഇത് കേട്ട സച്ചി പറഞ്ഞു, കളിയാക്കേണ്ട കാര്യം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കളിയാക്കാതിരിക്കാൻ പറ്റില്ലോ, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, പറഞ്ഞു കേട്ടല്ലോ. ചന്ദ്രമതി പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഇവിടെ. ഇവൻ പറഞ്ഞു, പൈസയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇപ്പം മനസ്സിലായില്ലേ എന്റെ മോള് നല്ല മിടുക്കിയാന്ന്. ഇതാണ് എന്റെ മോളുടെ കഴിവ്, വേറെ പലർക്കും ഇവിടെ ഇല്ലാത്തൊരു സാധനം അതാന്ന് പറയാണ്. രേവതിയെ കൊള്ളിച്ചാണ് ആ കാര്യങ്ങൾ പറയുന്നത്. രേവതി പക്ഷെ അതത്ര മൈൻഡാക്കാനൊന്നും പോയില്ല. രേവതിക്കറിയാം അമ്മ എന്താണെങ്കിലും തന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊരു ടെൻഷൻ വേണ്ടാന്ന്. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, എന്നാലും മോളെ ഇത്ര പെട്ടെന്ന് ഈ പൈസ. ചന്ദ്രമതി പറഞ്ഞു, ഇതിനൊക്കെയാണോ പഞ്ഞം, പൈസയുടെ കാര്യം പറഞ്ഞാൽ തന്നെ പെടന്നിങ്ങ് ഇട്ട് കൊടുക്കത്തില്ലേ, പിന്നെ എന്താ കുഴപ്പമിരിക്കുന്നേ. അവളുടെ അച്ഛൻ, ശ്രുതിയുടെ അച്ഛൻ ആരാന്നാ വിചാരിച്ചുകൊണ്ടിരിക്കണേ, നല്ലൊരു ബിസിനസ്സുകാരനാ, ഇഷ്ടം പോലെ കോടികളുടെ ആസ്തിയുള്ള. അവർക്ക് ഈ 10-15 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ല, അറിയാലോ. ഒരു ചായക്കട കയറി ചായ കുടിക്കുന്നത് തുല്യമാന്ന് പറയാം. ഇത് കേട്ട സച്ചു, ഓഹോ, അപ്പൊ അത് എന്ത് ചായ ആയിരിക്കും പോലും കുടിക്കുന്നത്, ഈ 10-15 ലക്ഷം രൂപയുടെ ചായ കുടിക്കുന്നത്. ഇത് കേട്ടാൽ ചന്ദ്രമതിയുടെ മുഖം ഒന്ന് താണു. എന്റെ അമ്മേ, തള്ളുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്, പറഞ്ഞു കേട്ടല്ലോ. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, പൈസ കിട്ടാനുള്ള കിട്ടിയല്ലോ, ഇനി എത്രയും പെട്ടെന്ന് കൊണ്ടേ കൊടുത്ത് ആ ആധാരം ഇങ്ങോട്ട് വാങ്ങിക്കണമെന്ന് പറയാം, എന്നിട്ട് വേണം എനിക്ക് അയാളുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയണമെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, അതെടി ആപത്ത് സമയത്ത് തന്ന് സഹായിച്ച, എന്നിട്ട് പൈസ ചോദിച്ചു കഴിയുമ്പം നിനക്കൊക്കെ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും അല്ലേ, വെറുതെ അല്ല ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ചാകാൻ കിടന്നാൽ പോലും ഒരു മനുഷ്യൻ 5 രൂപ പോലും കൊടുക്കാത്തെന്ന് സച്ചി പറയാണ്. പിന്നീട് സച്ചി പറഞ്ഞു, പൈസയൊക്കെ തന്നു, പക്ഷെ ഒരു കാര്യം ഉണ്ട്, അത് എണ്ണി നോക്കണമെന്ന് പറയാം. എണ്ണി നോക്കാനോ?
അത് സുതിയെന്ന് ചതിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിലൊരു ചതി പറ്റില്ല. അപ്പൊ എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കണമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ ചന്ദ്രമതി പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സുതിമോളെ നല്ല വിശ്വാസമാണ്. പക്ഷെ അമ്മയ്ക്ക് വിശ്വാസം ഉണ്ടായിരിക്കും, എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലെന്ന് പറയാണ്. ശ്രുതി പറഞ്ഞു, ഒന്നോ രണ്ടോ വട്ടം എണ്ണി നോക്കിയോ, എത്ര വട്ടം വേണമെങ്കിലും എണ്ണി നോക്കിയാലും പറയാണ്. പിന്നീട് ചന്ദ്രമതിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഇപ്പൊ തന്നെ നമുക്ക് പോയി ആദരം വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറയാം. ശരി ശരി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്താണ് സച്ചിയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. സച്ചി നോക്കിയാൽ സച്ചിക്ക് ഒരു ഓട്ടം വന്ന. സച്ചി പറയാം, അച്ഛാ എനിക്കൊരു ഓട്ടമാണ്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയാണ്. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാവാൻ മോനെ, ആധാരം എടുക്കാൻ പോ, നീയും കൂടെ വരണ്ടേ? വേണ്ട വേണ്ട, അത് നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ്. പിന്നീട് ചന്ദ്രമതി വിളിച്ചിട്ട്, പലിശക്കാരനെ വിളിച്ചിട്ട് പണവുമായിട്ട് വരുന്നുണ്ട്, ആധാരം എടുക്കാനെന്ന് പറയണം. അപ്പൊ അയാൾ പറഞ്ഞു, എല്ലാവരെയും കൊണ്ടുവരണം എന്ന് പറയാം. എല്ലാവരും കൊണ്ടുവന്ന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചന്ദ്രമതി അതെന്തിനാ, അതൊക്കെ ഉണ്ട്, കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ്. പിന്നീട് ചന്ദ്രമതി ആ കാര്യം ഒന്ന് പറയാണ്. സച്ചി പറഞ്ഞു, എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നോ, ഓട്ടം ഒന്ന് നോക്കണ്ട മോനെ, ഇപ്പൊ ആധാരം എടുക്കുന്നതല്ല നമുക്ക് പ്രാധാന്യം, നമുക്കത് പോയി എടുത്തിട്ട് വരാമെന്ന് രവീന്ദ്രൻ പറയാണ്. അച്ഛൻ പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാനായിട്ട് സച്ചിക്ക് പറ്റത്തില്ലോ. അങ്ങനെ അവര് ആധാരം എടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ആധാരം എടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ പണമൊക്കെ എണ്ണി നോക്കി കഴിഞ്ഞ് ടേബിളിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, എന്താളും ഇത്ര പെട്ടെന്ന് പണമായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നിങ്ങളോട് എല്ലാവരോടും കൂടെ വരാൻ പറഞ്ഞേ, നിങ്ങളുടെ എല്ലാവരുടെ സൈൻ മേടിക്കണം. ഒരു പക്ഷേ ഇന്ന് പൈസ വന്നിട്ട് ഇവർ ആധാരം എടുത്തുകൊണ്ട് പോയിട്ട് നാളെ വന്നിട്ട് ചിലപ്പോൾ പറയും എനിക്ക് ആധാരം തിരികെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വഴക്കുണ്ടാക്കും. എനിക്ക് കുറെ അനുഭവങ്ങളുള്ള, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും വരാൻ പറഞ്ഞത്. എല്ലാവരും സൈൻ ചെയ്യണമെന്ന് പറയാം. ആ ഒരു പേപ്പർ എടുത്ത് കൊടുത്തു, എല്ലാവരും സൈൻ ചെയ്യുവാണ്. പിന്നീട് രേവതിയോട് സൈൻ ചെയ്യാൻ പറയാം. രേവതിയോട് സൈൻ ചെയ്യാൻ പറഞ്ഞു. ചന്ദ്രമതി ചാന്ദിന് അവള് സൈൻ ചെയ്യുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ദേ അവൾക്ക് ഈ സ്വത്തിലൊന്നും അവകാശമില്ലെന്ന് പറയണം. സച്ചി പറഞ്ഞു, ആര് പറഞ്ഞ അവകാശമില്ലെന്ന്? എനിക്ക് അവകാശമുണ്ട്, അവൾക്കും കാണും, അറിയാലോ, എന്റെ ഭാര്യ അവള്, ആ അവകാശം അവൾക്ക് കാണുമെന്ന് പറയാ. ചന്ദ്രമതിക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അങ്ങനെ സൈനൊക്കെ ചെയ്ത് പോയിട്ടിറങ്ങുമ്പോഴത്തേനും പലിശക്കാരൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ബുദ്ധിമുട്ടിച്ചതിന് ക്ഷമിക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്ന് സൈൻ ചെയ്തിട്ട് പോകാനായിട്ട് മക്കളോടും ഭർത്താവിനോടും ഒക്കെ പറയണമെന്ന് ഞാൻ ഇവരെ പറഞ്ഞു വിട്ടാ. പക്ഷെ ഇവര് പോയിട്ട് തിരികെ വരുവേതെ. ഇവര് പറഞ്ഞു, ഭർത്താവ് ഇവിടെ ഇല്ല, മക്കൾ ഇവിടെ ഇല്ല, വിദേശത്താന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അത്രയും വലിയ നുണ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഇത്തവണ ഇവര് നേരാണോ നുണയാണോ പറയണമെന്ന് അറിയത്തില്ല, പണം കൊണ്ട് വരുന്നേ. അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഈ ആധാരം തരാമെന്ന് വിചാരിച്ചേ എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. ഈ സമയത്ത് സച്ചിയോട് എന്താ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. ശരി പോയിക്കോളാൻ പറയണം. അങ്ങനെ അവർ അങ്ങോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ വിളിച്ചു പറയുന്നത്, അതെ അവിടെ നിൽക്കാൻ പറയാണ്. പിന്നീട് ആ ഡ്രോയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിരുന്ന ആ സ്വർണത്തിന്റെ 2 വളകളെടുത്ത് ചന്ദ്രമതി നേരെ നീട്ടുവാണ്. എന്നാൽ ഇത് പിടിച്ചോളാൻ പറയണം. ചന്ദ്രമതിക്കൊരു ഞെട്ടലുണ്ടായി. ദീപേ താന് പെട്ടുപോയല്ലോ, ഈ വളയുടെ കാര്യം താൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് സച്ചി വെച്ചു, ഇതെന്താ അതിനെ പൈസ മൊത്തം അടിച്ച് ആധാരം തിരികെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ സമ്മാനമായിട്ട് കൊടുക്കുമെന്ന് ചോദിക്കും. അതൊന്നും അല്ലാന്ന് പറയാണ്. പെട്ടെന്ന് സച്ചി അതും കൂടെ വാങ്ങിച്ച് നോക്കുവാണ്. ഇത് അമ്മയുടെ വളയാണല്ലോ, ഇതെങ്ങനെ ഇവിടെ വന്നു? പെട്ടെന്ന് അയാൾ പറഞ്ഞതേ ഇവിടെ പണയം വെച്ചാ, പ്രാവശ്യം പലിശ തരല്ലാഞ്ഞിട്ട് പണയം വെച്ചാന്ന് പറയാണ്. ഇത് കേട്ട സച്ചി പറഞ്ഞു, ആഹാ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം, പലിശ കൊടുക്കാനില്ലാഞ്ഞിട്ട് കയ്യെ കിടക്കുന്ന വള വരെ ഊരി പണയം വെച്ചില്ലേ, അപ്പൊ അമ്മയുടെ കയ്യെ കിടക്കുന്ന എന്താ ഇതുപോലത്തെ സെയിം വള തന്നെയാണല്ലോ. ഓ അപ്പൊ ഞങ്ങളെ പറ്റിച്ചായിരുന്നല്ലേ. നല്ല വള ഒരു കൊണ്ട് പലിശക്കാരന് കൊടുത്തിട്ട് ചുമ്മാ വളയിട്ട് ഇത്രയും കാലം അച്ഛനെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടാൻ ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചന്ദ്രമതി തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.